എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്ന് പറയണം, സലാം എന്ന് പറയണം, എന്ത് വേണമെങ്കിലും പറയാം. I'm thankful to you for coming here for the inauguration. Also Jaykumarji, ഇവിടുത്തെ organizers, all the Adhyakshas here and everybody. മലയാളത്തിൽ സംസാരിക്കണം, ഇംഗ്ലീഷ്. ഞാൻ മലയാളിയാണെങ്കിലും സാധാരണ ഇംഗ്ലീഷിൽ സംസാരിച്ചാണ് മൈ ഹാബിറ്റ്. എല്ലായിടത്തും പോകുന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് ജയകുമാർജി ചെയ്ത പോലെ മലയാളവും ഇംഗ്ലീഷും എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. ഏഷ്യൻ ഇന്ത്യയിൽ ഒരു വളരെ നല്ല ഒരു ശ്ലോകമുണ്ട്, ഉപനിഷത്ത്. അതിൽ റിലിജനില്ല, കാസ്റ്റില്ല, ക്രീഡില്ല, മെയിലില്ല, ഫീമെയിൽ ഒന്നുമില്ല. ഹ്യൂമാനിറ്റി ഒട്ടേറെ എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന ഒരു ശ്ലോകമാണ്. അതാണ് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സംസ്കൃതം 40% മലയാളം സംസ്കൃതമാണ്. എന്നാലും പലർക്കും സംസ്കൃതം അറിയാതിരിക്കുന്നത് കൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് വളരെ സിമ്പിളാണ്. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. സർവേ സന്തു നിരാമയാഃ, ആർക്കും വിഷമങ്ങളുണ്ടാകാതിരിക്കട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു, നല്ല കാഴ്ചകളിൽ എല്ലാവരും കാണട്ടെ. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, ആർക്കും ദുഃഖമില്ലാതിരിക്കട്ടെ എന്നുള്ള ഒരു, ഇത് 2000 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളിത് എന്താണ് തിങ്ക് കേരള എന്നുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിലും തിങ്ക് കേരളം എപ്പോഴും ഒരു യൂണിവേഴ്സൽ തോട്ടാണെന്നാണ് എൻ്റെ പേര്. കാരണം ഞാൻ ലോകത്ത് എല്ലായിടത്തും പോകാറുണ്ട്, ഹിന്ദിയിൽ സംസാരിക്കാറുണ്ട്, ഭാഷണം തമിഴിൽ സംസാരിക്കാറുണ്ട്, തെലുങ്കിൽ സംസാരിക്കാറുണ്ട്, മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. വെളിയിലൊക്കെ പോയാൽ ഫ്രഞ്ചൊന്നും അറിയില്ല, പക്ഷെ ഇംഗ്ലീഷ്. അപ്പം ഞാനിപ്പം ഇനി ഒരു 5 ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെ US പോകും. നമ്മുടെ ഒരു സെൻറ്റർ ഉണ്ടാക്കാൻ. അവിടുന്ന് UK പോയി അവിടെ ഒരു സെൻറ്റർ ഇപ്പോൾ പുതിയതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ചു. അപ്പോൾ 1.5 മാസം ബിസി ആയതുകൊണ്ട് ഈ സമയം കിട്ടിയപ്പോൾ ഞാൻ ശരി എന്ന് സമ്മതിച്ച് വന്നതാണ്. ജയകുമാർജി പറഞ്ഞ ഒരു സ്പിരിച്വൽ ഗുരുവാണ് എന്ന് പറയാം. പക്ഷെ ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. എവിടെ ചെന്നാലും ലോകത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇന്ത്യൻ യെസ് ഇന്ത്യൻ. പക്ഷെ ഞാൻ എപ്പോഴും എഴുതുന്ന ആഡ് ഓൾസോ ഫ്രം കേരള. അപ്പോൾ ഈ കേരള എന്ന് പറയുമ്പോൾ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് റിസോർട്ട്സ്, ഗോഡ്സ് ഓൺ കൺട്രി, മാർക്സസ് ഓൺ കൺട്രി, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ആയുർവേദം, വെൽനസ് സെൻറ്റേഴ്സ് ഇതൊക്കെ ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സീഡ് ഓഫ് തോട്ട് 1000 കൊല്ലം മുമ്പേ ഇന്ത്യയെ ഒന്ന് യുണൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ആദിശങ്കരാചാര്യൻ, വേദാന്തത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യൻ, ജനിച്ചത് കേരളത്തിലാണ്. എന്നിട്ട് അദ്ദേഹം ആ കാലത്ത്, ഇന്നും ഒരു ബുദ്ധിമുട്ടാണ് പോകാൻ, ആ കാലത്ത് കേരളം തൊട്ട് ബദ്രി കേദാർ വരെ നടന്നുപോയി. എന്നിട്ട് ഇന്ത്യയിലെ 4 ഡയറക്ഷനിൽ അദ്ദേഹം സെൻറ്റേഴ്സ് സ്ഥാപിച്ചു. ശ്രീവേലി, പൂരി, ദ്വാരക, ജോഷി മഠം എന്ന് പറയുന്നത് ബദ്രിനാഥിൻ്റെ അടുത്ത് ഹിമാലയത്തിലാണ്. സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്?
ഇൻസ്പിറേഷൻ. വലിയ വലിയ റൈറ്റേഴ്സ്, വലിയ വലിയ സ്പിരിച്വൽ ടീച്ചേഴ്സ് എല്ലാം ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പം അത് നമ്മളെപ്പോഴും ഓർത്ത് വേണം മുമ്പോട്ട് പോകാൻ. എൻ്റെ അഭിപ്രായത്തിൽ സ്പിരിച്വലായിട്ടൊരു ചെറിയ ഇൻസ്പിറേഷൻ ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്താലും അതൊരു സക്സസ്ഫുള്ളായിട്ടുണ്ടാവില്ല, വരില്ല. ഒരു ഇൻസ്പിറേഷൻ വേണം. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഞാൻ മതം, റിലിജനെ പറ്റിയല്ല പറയുന്നത്. ഒരു ഫെയ്ത്ത് വേണം, ഇന്നർ ഫെയ്ത്ത്. എനിക്ക് ഇത് കൊണ്ട് നടത്താൻ കഴിയും, അറ്റൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഇന്നേറ്റ് ആയിട്ട് ഒരു വിശ്വാസം മനുഷ്യനുണ്ടായാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. നിങ്ങളൊക്കെ യങ്സ്റ്റേഴ്സാണ്. നിങ്ങളുടെ മതം എന്താകാൻ ജാതി എന്ത് വേണമെന്ന് ആയിക്കോട്ടെ. പക്ഷെ എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു ഡിവൈൻ സ്പാർക്കുണ്ട്. അത് ചിലപ്പോൾ റിലിജനായിട്ട് മാനിഫെസ്റ്റ് ആവില്ല, കൈൻഡ്നെസ് ആയിട്ട് മാനിഫെസ്റ്റ് ആവും. നല്ല കാര്യങ്ങൾ സഫർ ചെയ്യുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ തോന്നും. ഇതെല്ലാം ഡിവൈൻ സ്പാർക്കാണ്. അല്ലെങ്കിൽ അതൊരു ബിസിനസ് അല്ല. കോമേഴ്സ് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അതിന് എന്തെങ്കിലും ഒരു റിട്ടേൺ വേണ്ടേ. സപ്പോസ് ഞാൻ കൊടുക്കാൻ തയ്യാറായി, റിട്ടേൺ വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്ത വരുമ്പോൾ അത് സ്പിരിച്വലാണ്. അതിന് അറബി ഭാഷയിൽ പറഞ്ഞ സക്കാത്ത് കൊടുക്കുക. അതിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ, മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് യോഗ, ധ്യാനം, വേദാന്തം ഇതൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ യങ്സ്റ്റേഴ്സ് മുമ്പോട്ട് പോകണമെങ്കിൽ ഇൻ എനി വേക്ക് ഓഫ് ലൈഫ് ആ ഒരു ഇന്നർ ഒരു ഫെയ്ത്തും ഒരു ഇന്നർ സ്ട്രെങ്ത്തും ഡെവലപ്പ് ചെയ്യാൻ ധ്യാനം, മെഡിറ്റേഷൻ എന്തെങ്കിലും ഒന്ന് വേണ്ടി വരും. അത് നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ചെയ്താലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. മനുഷ്യനുള്ളിൽ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ. എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത വരേണ്ട ആവശ്യമില്ല. രാമാനുജം വലിയ കോളേജിലും സ്കൂളിലൊന്നും ഇല്ല. അവസാനത്തിന് വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. എന്താണ്? ഇൻസ്പിറേഷൻ, ഒരു ജീനിയസ് ആയിരുന്നു. ജയകുമാർജി പറഞ്ഞ പോലെ ആരും സാധാരണ മനുഷ്യരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും സ്പെഷ്യലാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടാലൻറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അതെങ്ങനെയാണ് അതിനെ കണ്ടുപിടിച്ച് അതിന് മെച്യൂർഡായി ഗ്രോത്ത് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകാൻ ശ്രമിക്കുന്നതാണ് ലൈഫ് എന്ന് പറയുന്നത്. മുമ്പോട്ട് പോകാൻ. അപ്പോൾ അതിനൊരു ലിമിറ്റ് കൊടുക്കരുത്. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്ത വരാൻ പാടില്ല. ഇന്നർ ഫെയ്ത്തും സ്ട്രെങ്ത്തും ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നൊന്ന് വളരെ കെയർഫുള്ളായിട്ടിരിക്കേണ്ട യൂത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്. ഒരു കാലത്ത് ഈ ഡ്രഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് പഞ്ചാബിലായിരുന്നു. ഇന്ന് കേരളം അതിൻ്റെ കൂടെ കമ്പീറ്റ് ചെയ്യാനുള്ള ഡ്രഗ് ലെവൽ വരെ ആയിട്ടുണ്ട്. കോളേജ് ലെവലിലും സ്കൂൾ ലെവലിലും ഹൈസ്കൂൾ ലെവലിലും ഉള്ളവരെല്ലാം ഈ ഡ്രഗ് വെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന കാലമാണ്. അതിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ സ്പിരിച്വലായിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിലേ മാറ്റാൻ പറ്റും. കാരണം അതൊരു വളരെ ഇൻസ്പയറിംഗ് ആണ്. ഒരു വിധത്തിൽ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ടൊക്കെ തോന്നും. അത് ടെമ്പററി ഫീലിംഗ് ആണ്. കുറച്ച് കഴിയുമ്പോൾ അത് ഡിപ്രഷനായിട്ട് മാറും. പിന്നെ കൂടുതൽ ഡ്രഗ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ ആകപ്പാടെ കുറഞ്ഞു. ഇതൊന്ന് മാറി നിൽക്കണം. മാറി നിന്നാലേ പറ്റുള്ളൂ. അതിന് ഇൻസൈഡ് യുവർ ഹാർട്ട് ദർ ഷുഡ് ബി സം ആങ്കർ. അത് ഫെയ്ത്താണ് ആങ്കർ. ഫെയ്ത്ത് കൻ മൂവ് മൗണ്ടൻസ് എന്ന് കണ്ടിട്ടില്ല. അപ്പം അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഈ തിങ്ക് കേരളം എന്ന് ഞാൻ എൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ബീയിങ് ബ്രൈറ്റ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ
innately by birth. You should think of the world. Think Kerala എന്ന് പറഞ്ഞാൽ don't confine Think Kerala to Kerala as a geographical location. അങ്ങനെ ആകരുത്. തുടങ്ങുന്നത് ഇവിടെ നിന്നാണെങ്കിലും നമ്മുടെ റീച്ച് ഇൻ്റർനാഷണൽ ആൻഡ് ഗ്ലോബലായിരിക്കണം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ആ ഒരു ഇൻസ്പിറേഷനും അങ്ങനെ ഒരു ഈ ടെമ്പററി ആയിട്ടുള്ള ഇൻടോക്സിക്കൻസിൽ നിന്ന് മാറി നിന്ന് മുമ്പോട്ട് പോകാൻ ഒരു ദൃഢവിശ്വാസത്തോടുകൂടി കാലുവയ്ക്കുകയാണെങ്കിൽ ഈ തിങ്ക് കേരള വലിയൊരു മൂവ്മെൻ്റായിട്ട് മാറി. നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും വളരെ റെസ്പോൺസിബിൾ പൊസിഷൻസിൽ ഒരുപാട് മലയാളീസിനെ കാണാൻ സാധിക്കും. ഇപ്പം ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും പോയിട്ട് തിരിച്ചു വന്നാണ്. ചിലർക്ക് അറിയില്ല, ചിലപ്പോൾ എൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടില്ലാത്തവരെ ഞാൻ മലയാളിയാണെന്നറിയില്ല. പക്ഷെ കുറച്ച് നേരം സംസാരിച്ച് വേറെ യു ഫ്രം ഇന്ത്യ, വേറെ ഇന്ത്യ ഓ, അപ്പം ആ ഒരു അപ്രിസിയേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ മൈൻഡ് ഗ്ലോബൽ. Let not Kerala be confined to geographical location. While you work here, let your mind expand to the whole globe and bring about some change. Change ആവശ്യമാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. We have all the inspirations that we need. Art, music, dance forms, philosophy, ഇല്ലാത്തൊന്നുമില്ല. പക്ഷെ നമ്മളത് വളരെ കാരിയർ ഓറിയൻറ്റഡ് ആക്കി മാത്രം മാറ്റാതെ ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ മൈൻഡ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. എന്നാൽ യു വിൽ സക്സീഡ് ഇൻ മൂവിങ് യുവർ മൈൻഡ് ടു ഗ്ലോബൽ ലെവൽസ്. ഡോണ്ട് ഡിനൈ ദാറ്റ് യു ആർ എ മലയാളി ഓഫ് കോഴ്സ്, ബട്ട് തിങ്ക് ഗ്ലോബൽ. ഇതാണ് എൻ്റെ മെസ്സേജ്. അപ്പോൾ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് എൻ ഇൻറ്ററാക്ഷൻ. എപ്പോഴും ചെയ്യുന്നത് ഡയലോഗ് പുതിയ കാര്യമല്ല, വളരെ പഴയ ഒരു വേ ഓഫ് എക്സ്ചേഞ്ചിങ് തോട്ട്സ്. ഡയലോഗ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം പറയാം, ഡയലോഗിന് സംസ്കൃതത്തിൽ സംവാദം. സംവാദം എന്ന് പറഞ്ഞാൽ സമം. നിങ്ങൾ ഞാൻ ഒന്നായാലേ സംവാദം നടക്കൂ. സംവാദം ഡയലോഗും ഓർഗുമെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓർഗുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതാണ് സത്യം, നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഇതെങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. Together we are trying to find out the truth about something. ഇതാണ് ഡയലോഗ്. അതുകൊണ്ടാണ് ഡയലോഗ് തുടങ്ങുന്നതിന് മുമ്പ് വേദങ്ങളിൽ ഒരു ശ്ലോകം ചാൻഡ് ചെയ്തിട്ട് തുടങ്ങും. എന്താണ്? സഹനാവതു സഹനോ ഭുനക്തു സവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ശ്രദ്ധിക്കണം, സഹ എന്ന് പറയുന്ന വാക്കാണ് 3 ലൈനുകൾ പറയുന്നത്. സഹനാവതു, നിങ്ങൾ ഞാൻ. മേ ബോത്ത് ഓഫ് us be protected. സഹനാവതു സഹനോ ഭുനക്തു മേ ബോത്ത് ഓഫ് us be nourished. ഫുഡ് മാത്രമല്ല, മൈൻഡ് നറിഷ്മെൻറ്റും കൂടെ. സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. May the life energies in you and me grow. Last, തേജസ്വിനാവതീതമസ്തു, ഞങ്ങൾ രണ്ടുപേരിലുമുള്ള തേജസ് പ്രകടമാകട്ടെ. ലാസ്റ്റ്, മാ വിദ്വിഷാവഹൈ, നോട്ട് ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. ആ ബേസിസിലാണ് ഡയലോഗ് നടക്കുന്നത്. Having said that, I'll leave it open. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, എല്ലാവർക്കും കേൾക്കാൻ. ടാലൻറ്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ ചെയ്താലല്ലേ നമുക്കത് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇന്നത്തെ കാലത്തെ സ്കൂൾ എഡ്യൂക്കേഷൻ അതിന് ഫിറ്റല്ല.
അതാണ് സത്യം. കുറേ ഇൻഫർമേഷൻ തലയിൽ കയറ്റി അതിന് എക്സാമിനേഷന് പോയി നമ്മൾ പരീക്ഷയൊക്കെ എഴുതി പാസ്സായി ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ്സൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കില്ല ജനറലി. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും, ചിലർക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് കുട്ടികൾ സ്റ്റുഡൻസിന് സ്വാധ്യായം എന്നുള്ള കാര്യം എൻകറേജ് ചെയ്യും. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെത്താനെ പഠിക്കാനുള്ള ശ്രമം. ടീച്ചർ വേണം, എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കാൻ, സ്വന്തമായിട്ട് പഠിക്കാനുള്ള എഫർട്ടും സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വാധ്യായത്തിന് വേറെ അർത്ഥമുണ്ട്. സ്വ അധ്യായ, തന്നെത്താനെ മനസ്സിലാക്കുക. അത് പേരൻസിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്, ടീച്ചേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്, സ്വയം നമ്മുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു 5 വയസ്സ് തൊട്ട് 4 വയസ്സ് തൊട്ട് ഒരു 12-13 വയസ്സ് വരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ടാലൻറ്റ്. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പേരൻസിന് മനസ്സിലാക്കാൻ പറ്റും. ചില സ്റ്റുഡൻസ് ഉണ്ട്, ചില ആളുകളുണ്ട്, അവർ ജനിക്കുന്നത് വേറൊരു സിറ്റുവേഷനിലാണ്. അത് ലോയേഴ്സിൻ്റെ വീട്ടിലായിട്ട്, പക്ഷെ അവർക്ക് ലോയറാണെന്ന് ഒരു മനസ്സിൽ ഒരു ചിന്ത പോലും കാണില്ല. സമയം കിട്ടിയാൽ പോയി വയലിൻ വായിക്കും. എന്താണ് സംഭവം? ഇന്നേ ടാലൻറ്റ് മ്യൂസിക്കാണ്. നമ്മൾ സാധാരണ ഇതൊന്നും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് മ്യൂസിക്. പിന്നെ ലോയറാവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഡോക്ടറാവണം. ആകാം, ഡോക്ടറാവും ചിലപ്പോൾ, ഫോഴ്സുണ്ട്. പക്ഷേ ഒരു സാറ്റിസ്ഫാക്ടറി ലൈഫ് ആയിരിക്കില്ല ഒരിക്കലും. എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, സൗത്ത് ഇന്ത്യനാണ്, US സിറ്റിസനാണ്, ഇപ്പോൾ US സെറ്റിൽഡാണ്. 2 പേരൻസും ഡോക്ടേഴ്സാണ്. അവർക്ക് എങ്ങനെയെങ്കിലും മോള് ഡോക്ടറായാൽ മതി എന്നൊരൊറ്റ ചിന്തയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് എന്താണ്? മ്യൂസിക്. അവസാനം ഡോക്ടറായി, സൈക്കാട്രിസ്റ്റായി, മെൻ്റലി ഡെഫിഷ്യൻ്റ് ആളുകളെ ശുശ്രൂഷിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ. പക്ഷേ ഫോർ ഹെർ, ഷീ ഹെർസെൽഫ് ഇസ് എ ഡിസ്റ്റർബ്ഡ് പേഴ്സൺ. കാരണം മ്യൂസിക് ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീട്ടിൽ പിയാനോയും എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും കൊണ്ട് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഏറ്റവും സമാധാനമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സമയം ഞാൻ എൻജോയ് ചെയ്യുന്നത് വൈകുന്നേരം പിയാനോ വായിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ടാലൻറ്റിനെ എൻകറേജ് ചെയ്തില്ല. ആ ടാലൻറ്റ് എൻകറേജ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വിധോവനായി മാറുമായിരിക്കും, ആർക്കറിയാം. അപ്പോൾ അത് നമ്മൾ കെയർഫുൾ. ചിലപ്പോൾ ടാലൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ എല്ലാ കാര്യവും നമ്മൾ ക്യാഷും പ്രോഫിറ്റുമായിട്ട് അങ്ങോട്ട് കണ്ടാക്കരുത്. വേറെ പലതുമുണ്ട്. ഹ്യൂമാനിറ്റേറിയൻ ജോലിയെല്ലാം റിവാർഡ് വെച്ച് കിട്ടുന്നുണ്ടോ? എക്സെപ്റ്റ് മൈൻഡ് ഉണ്ടോ? അപ്പോൾ അത് ഈ 5 years 4 years തൊട്ട് ഒരു 13 years വരെ കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്താലേ നമുക്ക് ടാലൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ചില കുട്ടികളുണ്ട്, ഞങ്ങളുടെ അവിടെ സ്കൂളുണ്ട്, ഞങ്ങൾ സ്കൂൾ നടത്തുന്നുണ്ട്. വളരെ പാവപ്പെട്ട കുട്ടികളുടെയും ഒരു സ്കൂളുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് അല്ല, വേറൊരു ബോർഡിംഗ് സ്കൂളുണ്ട്. പോട്ടെ, അവരോട് സംസാരിച്ചാൽ ഈ ലേബറേഴ്സൊക്കെ ഉണ്ടല്ലോ, ഡെയിലി ലേബറൊക്കെ ചെയ്യും, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ചിലർ അതിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്ന കുട്ടികളാണ്. വീട്ടിൽ അവർക്ക് സ്കോപ്പില്ല. അത് എൻകറേജ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് ടീച്ചേഴ്സിനോട്. അതും ആന്ധ്രാപ്രദേശിലാണെങ്കിലും ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ മലയാളിയാണ് സ്റ്റീഫൻ. ഞാൻ സ്റ്റീഫനോട് പറയാറുണ്ട്, വെറുതെ ഇങ്ങനെ നല്ല റിസൾട്ടാണ് സാർ. ശരി, നല്ല റിസൾട്ടൊക്കെയാണ്. അവരുടെ ടാലൻ്റ് ഒന്ന് കണ്ടുപിടിച്ചാലും എൻകറേജ് ചെയ്യണം. അപ്പം അത് കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്താൽ എല്ലാവരും കേട്ടല്ല. മൈൻഡ് നറിഷ്മെൻറ്റിന് 1-2 കാര്യങ്ങളുണ്ട്.
ഫുഡ്, നല്ല ഫുഡ് കഴിക്കണം. ഫുഡ് നറിഷ്മെൻറ്റ്, നല്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഡയറ്റ് കെയർഫുള്ളായിരിക്കണം. അതെല്ലാം ശരി. മൈൻഡ് നറിഷ്മെൻറ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മ്യൂസിക് എൻജോയ് ചെയ്യാൻ. പലരും പറയും, സാറേ ധ്യാനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ധ്യാനത്തിന് ഇരിക്കുമ്പോൾ മനസ്സ് പലയിടത്തും പോവുകയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്. എന്താണ്? മ്യൂസിക്. എന്നാൽ മ്യൂസിക് പ്ലേ ചെയ്ത് അത് കേട്ടോണ്ടിരുന്നാൽ തന്നെത്താനെ അതിൽ നിന്ന് ധ്യാനം വന്നോളും. ഈ മ്യൂസിക് ഒരു മൈൻഡ് നറിഷറാണ്. ഏത് മ്യൂസിക് ദാറ്റ് വിൽ കീപ് യുവർ മൈൻഡ് കാം. കിടന്ന് ചാടുന്ന മ്യൂസിക് അല്ല, വളരെ കാമായിട്ടുള്ള ക്ലാസിക്കൽ, ഇന്ത്യൻ, ഫോറിൻ, വെസ്റ്റേൺ എല്ലാം ഉണ്ട്. മ്യൂസിക് ഈസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് കൻ നറിഷ് യുവർ മൈൻഡ്. രണ്ട്, ജോലിയൊക്കെ ചെയ്യുന്നത് ശരിയാണ്. 24/7 ജോലി ചെയ്യുമ്പോൾ ഒരു 3-4 ദിവസം മാറ്റി വയ്ക്കണം. ഫോർ യുവർ ഓൺ ഗുഡ് മാറ്റി വെച്ചിട്ട് നല്ല സീനറി ഉള്ള സ്ഥലം. കേരളത്തിൽ അതിനൊരു കുറവുമില്ലല്ലോ. ബാക്ക് വാട്ടേഴ്സിലോ മലയിലോ ഒക്കെ പോയി ഒരു 4-5 ദിവസം അവിടെ എവിടെയെങ്കിലും ക്വാറ്റായിട്ടൊന്ന് ജീവിക്കാം. സാധാരണ നമ്മൾ റിസോർട്ടിൽ പോകുമ്പോൾ പിന്നെ ബിയർ വാട്ടറാണ്. അതല്ല, അത് കുറച്ച് നേരത്തേക്ക് നറിഷാവുള്ളൂ, രാവിലെ തലവേദന. അതല്ലാതെ നല്ല നറിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സീനറി കാണുക, നടക്കാൻ പോവുക, ഗോ ഫോർ എ വാക്ക് ടു നറിഷ് യുവർ മൈൻഡ്. പിന്നെ മൈൻഡ് നറിഷിങ്ങിനായിട്ടുള്ള പല സ്ക്രിപ്റ്റേഴ്സും അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അത് വായിക്കണം. ഭഗവത്ഗീതയുണ്ട്, ഋഗ്വേദമുണ്ട്, വേറെ റിലിജൻസിൽ ബൈബിളുണ്ട്, ഖുറാനുണ്ട്. ഇതിനകത്തെല്ലാം മൈൻഡ് ഇൻസ്പയർ ചെയ്യുന്ന പലതുമുണ്ട്. മൈൻഡ് ഇൻസ്പയർ ആയിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര ഇൻസ്പിറേഷൻ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ തലക്കൂടി. ജസ്റ്റ് ലൈക്ക് മറ്റേ സ്പിരിറ്റ് 2 തരത്തിലുണ്ടല്ലോ. ഒന്ന് ഹ്യൂമൻ സ്പിരിറ്റ്, ഡിവൈൻ സ്പിരിറ്റ്. മറ്റൊരു സ്പിരിറ്റ് ദാറ്റ് കംസ് ഇൻ ദ ബോട്ടിൽ. ഇത് രണ്ടിനും ഒരു ക്വാളിറ്റി ഉള്ളത്, ഇൻസ്പയർ ചെയ്യും. ഇൻസ്പയർ ചെയ്ത് നമ്മളെ ഇൻടോക്സിക്കേറ്റ് ചെയ്യും. ദാറ്റ് ഇൻടോക്സിക്കേഷൻ ഇസ് നോട്ട് ഗുഡ് ഫോർ ദിസ് ഇൻടോക്സിക്കേഷൻ. എൻ്റെ അഭിപ്രായത്തിൽ ഭഗവത്ഗീത ഒരു വലിയ ഇൻസ്പിറേഷനാണ്. പഠിക്കും. അതൊരു റിലീജിയസ് ആയിട്ട് നോക്കണ്ട. ഭഗവത്ഗീതയ്ക്കകത്ത് ആദ്യത്തെ ചാപ്റ്റർ ഒന്നാണ് അർജുനന് ശാരീരയോഗം. എന്നുവെച്ചാൽ യോഗ ഓഫ് അർജുനാസ് ഇൻഡിസിഷൻ, സോറോ, ഡിപ്രഷൻ, ഇതെല്ലാം ഉണ്ട് അർജുനൻ. അതെവിടെയാണ് പ്രീച്ച് ചെയ്തിരിക്കുന്നത്? കുരുക്ഷേത്രത്തിലാണ്. എന്നുവെച്ചാൽ യുദ്ധത്തിലാണ്. കേവിലോ ഗുഹയിലോ ഒന്നുമല്ല, ഡെയിലി ലൈഫിലാണ് പ്രീച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ മൈൻഡിനെ ഇൻസ്പയർ ചെയ്ത് ആ ഡിപ്രഷനിൽ നിന്ന് റേസ് ചെയ്ത് ഹയർ ലെവൽസിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇത്. ഗീതമാണ്. ഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? സോങ്, മ്യൂസിക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വെറുതെ അക്കാഡമിക്സിൽ മാത്രം 24 hours മൈൻഡ് ഉണ്ടായാൽ ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല. ഏറ്റവും വലിയൊരു സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു, ഞാൻ സയൻറ്റിസ്റ്റ് ആകാതിരുന്നെങ്കിൽ ഞാനൊരു മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹം സമയമുള്ളപ്പോഴെല്ലാം വയലിൻ വായിക്കുന്നത്. ഈ ഇൻസ്പിറേഷൻ കൊണ്ട് മൈൻഡ് ഗ്രോ ചെയ്യും, ഓപ്പൺ ആവും, നാരോ കൺഫൈൻസിൽ നിന്ന് മാറി ഒരു യൂണിവേഴ്സലായിട്ട് മാറും. ഇതൊക്കെയാണ് ഇൻസ്പിറേഷൻ. പിന്നെ സീനറിയൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കുറവുമില്ല, എവിടെ ചെന്നാലും കാണാൻ പറ്റും. I didn't go to an engineering college myself. My father was in the construction business. PWD roads and buildings, construction. He dealt with construction every day. So maybe I learned a few things about, because today when we run the Satsang Foundation, somebody is going to build something, plan something. I have a rough idea if this is right or wrong. Maybe I got it
subconsciously from there. Quite possible. Apart from that, engineering is technology, right? Pure science is not technology. But without pure science, you cannot have technology. Technology is practical use of certain conclusions drawn by pure science. So, while you are a good technologist and an engineer, you should also give some thought to pure science. For instance, in your engineering career, construction, structural studies, these are all part of technology. The content of matter is pure science. So, if you can combine pure science in some way with technology, not just stick to technology, you will find that your technology improves a great deal because you have knowledge of the source. I think this is how it should be. And don't hesitate to change the rules. Somebody says, this should be done this way only because for 50 years we have been doing it this way. I said, today I want to try it a different way. Maybe there is a different way of doing the same thing. I can change. So, in technology, innovation is important. Courage to experiment with new things. Because you have to be careful. Don't experiment with the pillars, the house may fall. Why? Then you need pure science to know what is the strength of material. Right? So if you combine these two, and if you say, I want to change things, then you're moving forward in the technological field with your feet firmly on pure hands. Second question. എനിക്ക് എപ്പോഴാണ് ഇൻസ്പിറേഷൻ വന്നത് എന്ന് ചോദിച്ചു. എങ്ങനെയാണ് ഞാൻ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് പോയത്? That was the second question. I can't give an exact answer to you except that from childhood I was like that. I was a little different. And some elders found that talent in me. And instead of discouraging, they encouraged me. So I thought, while physically I had everything. I had money, I had wealth, I had a family that loved me, everything was there, but something was lacking and I was looking at, is there an essence to the universe? Is it linked to me in any way? And then, by the time I was 19, I was looking at various pictures, reading various texts. And then I thought, the Himalayas are very beautiful. It was a great inspiration to me. So I ran off to the Himalayas. I said, don't follow my example, don't run away. At the age of 19, I ran away from home. Because in my situation, they may not have allowed me to go to the Himalayas. And they would not have minded if I went to Makkah, but they would not allow me to go to the Himalayas. So I just ran away one day. And there I spent many years with a teacher, a good teacher, which is where everything changed, my mind changed. Good teacher, not somebody who was preaching, but who was practicing. Somebody who was ready to take me on and say, let's change this matter. You need an open mind for that to change. He was a great inspiration for me. So whatever I have today, whatever others think I have today, it's all because of the blessing of this great person who did not have a banner, did not have internet, no YouTube, who, in fact, who did not even have a pair of shoes. Such a person. He is my inspiration. So, people call me Shri M.
His name was Maheshwarnath. I used to call him Bhavani. So I always think it is that guy. It also means Manushya. And അതിനൊരു കാര്യമുണ്ട്. First, you should accept the criticism. If you don't accept the criticism, if you meet it with aggression, mind aggression, not physical, then you will not be able to figure out what this guy is trying to say. So I've been all these years thinking, yeah, there are people, well, you said Malayali, but so there are some people like that. Here it is, because we consider ourselves more literate and more left-oriented and things like that, so we like to say these things. But the only way to discuss these matters with critics is to first, instead of meeting them with aggression, if you are aggressive and if you get upset about the criticism, this is exactly what they want. The provocation is to make you upset. So if you see that psychology, then you will be able to handle it. So put them across the table, sit face to face, have a cup of tea. Say, okay, you have said it, okay, now let me talk about it. This is the only way it's possible. But I also meet people who like, some people think the essence of life is to criticize. Now what do you do about it? You have to listen patiently. One of the reasons why people criticize is nobody allows them to talk. So they want to say something in a public forum. Everybody hears. It happens when I have a talk on sometimes on the Upanishad or yoga and so on. Somebody says something, stands up. And he just says some things which have nothing to do with this. It's a criticism. You know, I found a nice way of solving this problem. I just let him talk. Why? Probably this person is not allowed to talk even at home. Maybe he opened his mouth, wife says, shut up. Maybe. So he finds a good forum, so I allow him to talk. After he finishes 5-10 minutes, I said, so is that over? Yes. Okay. Thank you. So you're next. So listen to them. Very often, if you listen to them, their problem is already solved. Basically, they wanted to say something. Listen to them. Don't headlong oppose. That's the best way to deal with it. ഞാനും ചെയ്യാറുണ്ട്. എൻ്റെ അടുത്തും പലരും വരും, പല യങ്സ്റ്റേഴ്സ് വരും, വളരെ ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണെന്നൊക്കെ പറയും. പക്ഷെ ഇതല്ല മറ്റൊരാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാൻ അവരുടെ കൂടെ മിക്സ് ചെയ്ത് അവരുടെ ഹാബിറ്റ്സ് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് ദെൻ ഐ സ്റ്റാർട്ട് ടീച്ചിങ് ദം സിമ്പിൾ ഫോം ഓഫ് ഈ വിപස්සന പോലത്തെ വാച്ചിങ് ദ ബ്രെത്ത് എന്നൊരു ടെക്നിക്കുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ what happens is certain centers in the brain, you're a doctor, right, which are stimulated by the use of certain chemicals get activated by this. Then they will hold on to that and slowly let go of the other. Substitute illatha problem. So practice of yoga, practice of breathing exercises, Anulom Vilom, these are very good ways to wean them away from drugs. But if they have become hard drug addicts, it is very difficult to do that. Early reactions on down. We have to, only medical people are capable of doing this. So my suggestion is, in all your clinics, hospitals, have a section which specifically deals with drugs among the young, drug usage.
get them over, try out different meditations, listening to music, headphones, searching to music, listening. Get that center in the brain stimulated, which is why they are using the drugs. And when you stimulate it this way, through yoga, through music and so on, it doesn't have the negative effects which drugs bring about. So I think what we should do, for Trivandrum we are opening a yoga research center. One of the things I would love to do is get the doctors involved, so we can get people, normal as well as people who are addicted to drugs, also people who are addicted to yoga, and sit them side by side and measure all the parameters and see how a change can be brought in. This is what we are planning to do. Supposed to be opening on the 1st or 2nd. I think this kind of center can be done. It is very important. നമ്മുടെ നാട്ടിൽ അത് എല്ലാ ഹോസ്പിറ്റൽസിലും ഈ ഡ്രഗ്സിനെ സ്റ്റഡി ചെയ്ത് ഡ്രഗ് അഡിക്ഷൻ അതിനെങ്ങനെയാണ് അതൊന്ന് ഫ്രീ ആകുന്നതെന്നുള്ളതിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പഞ്ചാബിൽ ഫോർ ഇൻസ്റ്റൻസ് നോബഡി ഗോസ് ടു വർക്ക്. യങ്സ്റ്റേഴ്സ് എല്ലാം ചുമ്മാ ഡ്രഗ് ഇങ്ങനെ അടിച്ചിട്ട് കിടക്കുകയാണ്. ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് സ്റ്റോപ്പ് ഇറ്റ്. You know the border area between India and Pakistan and China, especially in Punjab, stretches into several kilometers. That is not the solution. Of course, we should try the best, but you can't completely stop it. The mind has to change. And medical people have the great responsibility of the mind. How you do it, you will learn slowly through experiment. I cannot say anything more. But it is a dangerous thing. I think one of the good ways to be a good Keralaite is to get rid of this thing from our state. It's very easy to get into this if you are so-called intellectuals. This is another problem. Another, I thought that I cannot write it. Then it becomes a big problem. I'm actually a student in Punjab. Punjab? Yeah. Where? I'm Chandigarh, Punjab. Chandigarh. Studying in RCM line. So, related to the drug issue itself, rather than the youngsters being users in Punjab, I have personally dealt with NGO. They deal with youngsters as carriers for the drugs. I know. So, the issue with that is when we are trying to inculcate education or spirituality or any type of de-addiction methods, the answer they come back with is that if we don't do this profession, we can't eat. And how can we provide a solution for this issue when we are just saying that this is our source of livelihood? So, can we work out other sources of livelihood for that? It may not be easy, but that is a major problem. Then actually the government should be doing it. We don't have the resources much privately to do. I'm saying, if you really see this as a serious issue, go around and meet people who are industrialists, who are ready to give money for a particular cause, and organize them to set up ways and means by which these people need not be carriers. It's a big thing. I'm not saying it's easy. One needs to work on it. Otherwise, the future generation is going to be terrible. I think we should do that. We are also trying our best to do. Somewhere Punjab we haven't worked but in other places we have. And since you suggest, now from today, after I heard from you, I'm going to take up this issue and see what I can do. We have many good people in Punjab, hard-working, good people with large hearts. It's the first time I heard this. Reason.
I think it can be tackled. It might take time, but it can be tackled. What I'm saying, don't give up. There is a scientific reason, there are also pseudo-scientific reasons, both. If you ask me personally, I think no human being should be restricted from worshipping the deity. This is my confirmed opinion. Of course, you should keep clean. I understand all that. But I think God is for all. Temples are for all. I don't think we can stop anybody from worshipping God because one is a woman and a woman naturally has feelings. There may be a reason why it was so before, but it's about time we start changing it. People are writing theses on why we should not go. All the men who say don't go, were they born of men or women? In whose womb did we all come from? I think it's a silly thing, honestly. I just want to ask you Sir. the last question before. Yes, sir. We have a group of people who are between the age of 18 and 30 now. And the idea is that we want them to think of a new Kerala. The new Kerala. What should Kerala be 25 years from now? By 2047, what should Kerala be? And we briefly talked about the values. So, I am also not going to be around after 25 years. I am already 74. In 54 years, I don't know. I don't know. So, for you, the younger people who are here, like Sir said, we should think what Kerala is going to be 25 years hence. I think one is that we should be inspired to improve the quality of life. We should try to go into purely scientific dimensions, increase our technological skills, and above all, be free of superstitions that control and limit your growth. This is very important. Plus, sometimes we lean the other way around too much and forget all about our traditions and all the values that happen. We should study that. We should not, based on Western principles and Western ideologies, even political ideologies, abandon the treasure that has been given to us for several hundred years. This is very important to note. And please be proud of being American. People think to be proud means donkeys have no pride. Do they? There's nothing wrong in saying I'm proud, so be proud of being Malayali. At the same time, make sure that 20 years hence Kerala will be a better place. People will live not based on forgotten ideologies, but on truth, welfare, and improving technology as much as we can. Don't limit yourself in any way. And then you will see that the whole world turns and looks at you. I think that's all I have to say. The practical ways you have to work out yourself. Thank you.